അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, മറ്റ് പ്രൊഫഷണൽ സുഹൃത്തുക്കളെ, അവരുടെ വീട്ടുകാരെ, അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന മറ്റാളുകളെ, ഇവിടെ എൻ്റെ കർത്തവ്യം റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ആസ് എ ബീങ് എ ലിസണർ, റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ലിസണറാണ്. അപ്പം ആ ലിസണർ എന്ന നിലക്ക്, അതുപോലെ തന്നെ ഒരു ലോയർ എന്ന നിലക്ക് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, ഒരു ലിസണർ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഇന്ന് സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത്? പാരൻറ്റിങ് എന്നുള്ളത്. നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റ്, അതൊരു കർഷകനാണെങ്കിൽ കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ എത്രത്തോളം കെയർ നമ്മളതിൽ ചെയ്യണം. നമ്മളത് വിത്ത് പാകുന്ന മുതൽ അത് വളരുന്ന മുതൽ അതിന് ആരെയും കൊടുക്കാതെ, അതിനാരെയും നൽകാതെ നമ്മളെന്ത് ചെയ്യും? സൂക്ഷിക്കും. കാരണം എന്താണ്? അതിൽ നഷ്ടം സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ വല്ലാത്ത നഷ്ടം സംഭവിക്കും, നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്നുള്ളതാണ്. ഇതേ ആസ്പെക്റ്റ് തന്നെയാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട അവതാരകൻ അവതരിപ്പിച്ച പോലെ ഞാനും എൻ്റെ ഭാര്യയും ജോലിക്കാരാണ്. ഇവിടെ അനുഭവിക്കുന്ന ഒരു കുട്ടി, ഒരു മാതാപിതാക്കൾ ജോലിക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതും സിംഗിൾ ഗേൾ ചൈൽഡാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഹെഡ് ഏക്സ് ഉണ്ട്. അതിന് ആകെയുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓതിയ ആയത്താണ്. എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അതാകുന്നു ഗ്രന്ഥം. ലാ റൈബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പ് ഉപയോഗിച്ച അതേ ലാ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. ലാ റൈബ, അതിൽ സംശയമേ ഇല്ല. ഹുദൻ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ വീട്ടിൽ നമ്മൾ എക്സ്പേർട്സാണ്, നമ്മളെ ലോയേഴ്സാണ്, എൻജിനീയേഴ്സാണ്, ഡോക്ടേഴ്സാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇൻറ്റൻഷനലി, പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നല്ല നല്ല വിശ്വവിഖ്യാതമായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ, അതായത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള അറ്റോമിക് ഹാബിറ്റ്, അതുപോലെ തന്നെ ഡെയിൽ കാർണേജിൻ്റെ ഹൗ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഹൗ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ എന്ന ഡെയിൽ കാർണേജിൻ്റെ പുസ്തകത്തിൽ ഒരു കുട്ടിയുമായിട്ട് അതായത് ഒരു വിഷയം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയായിട്ട് ഒരുപാട് നേരം സംവദിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ അതുപോലെ തന്നെ കൂടെ നടത്തേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളോടൊപ്പം നടക്കുന്ന രംഗം, യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മക്കളോട് ഇപ്പം നടക്കുന്ന രംഗം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോടൊപ്പം നടക്കുന്ന രംഗം, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം ചരിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ, ലുക്മാൻ നബി അലൈഹി സ്വലാം ചരിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ കീനായിട്ട് അതിൽ കൃത്യമായിട്ട് വളരെ ശ്രദ്ധാപൂർവം അവതരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കൂ നിങ്ങൾ. കൃത്യമായിട്ടും എങ്ങനെയാണ് ആ സമൂഹത്തിൽ ആദർശധീരതയുള്ള കുട്ടികളെ വളർത്തിയെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അവരുമായിട്ട് ഇടപഴകുക, അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക, അവരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മർഡർ കേസിൽ 1-ാം പ്രതിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ്റെ ഒരു സങ്കടമായിട്ട് പറഞ്ഞത്, ഹോക്കി പ്ലെയറായിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ പോകുമ്പോൾ തലേ ദിവസം ഫാദർ വന്നിട്ട് ഹോക്കി സ്റ്റിക്ക് ഒടിച്ച് കളഞ്ഞതിൻ്റെ ചെറിയൊരു കാര്യത്തിൽ നിന്നാണ് അവൻ എന്താവുന്നത്? ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന രംഗത്തിലേക്ക് പോകുന്നത്. വേറൊരു കേസിൽ, പോക്സോ ഉള്ള കേസിൽ
കുട്ടികളെ റേപ്പ് കേസിൽ കുട്ടികളെ ശരിക്കും പറഞ്ഞ പെൺകുട്ടികളെ പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് സ്വർണ്ണമടിച്ചു മാറ്റുന്ന കുട്ടി ക്രിമിനൽസുകളുള്ള ഇതൊക്കെ എന്തുകൊണ്ടിട്ടാണ് ഉണ്ടാവുന്നത്? നമ്മുടെ വീട്ടിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ വേണം, നമ്മുടെ വീട്ടിൽ തഫ്സീറുകൾ വേണം, നമ്മുടെ വീട്ടിൽ നല്ല നല്ല പുസ്തകങ്ങൾ വേണം, നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്ന ആളുകളാണ്. ഞാൻ വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് തിരിയാനുള്ള കാരണം എൻ്റെ ഫാദർ അമാനുവലിൻ്റെ തഫ്സീർ അവിടെ വെച്ച് വായിച്ചത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചുരുക്കനെയാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സമയം ചെറുതാണ്. ആസ് എ എക്സ്പേർട്സിനെ കാണുമ്പം ഉണ്ടാവുന്ന ഒരു ആവേശം ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.